ലോകം മറ്റൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷമായി വ്യാപിക്കുമ്പോൾ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഗൾഫ് മേഖല വീണ്ടും ഒരു യുദ്ധഭൂമിയാകുമ്പോൾ അത് ലോകരാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും? ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തിരിച്ചുപിടിക്കാനും സുഗമമായ ചരക്ക് നീക്കം ഉറപ്പാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അമേരിക്കൻ സൈന്യം ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ ബന്ദർ അബ്ബാസ്, കേഷ്മം തുടങ്ങിയ കടലിടുക്കിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ നടന്നതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഈ യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 6% വർദ്ധിച്ച് ബാരലിന് $100 അതേസമയം ഗൾഫ് മേഖലയിലെ മറ്റൊരു പ്രധാന വ്യാപാര പാതയായ ബാബൽ മണ്ടേബ് കടലിടുക്കും അടച്ചുപൂട്ടുമെന്ന് യമനിലെ ഹൂതി വിമതർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എൻസലിയ, ലൈല എന്നീ 2 സൗദി എണ്ണ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ കപ്പലുകൾക്ക് തീപിടിച്ചു. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഇനിയും തുടർന്നാൽ ഹൂതികൾക്കും അവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഇറാനും കനത്ത സൈനിക പ്രഹരം നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. തകർന്ന കപ്പലുകളുടെ നഷ്ടപരിഹാരം അമേരിക്ക മരവിപ്പിച്ച ഇറാന്റെ ഫണ്ടിൽ നിന്ന് ഈടാക്കാനും അദ്ദേഹം വ്യക്തമാക്കി. ജൂൺ 27-ന് അമേരിക്കൻ ആക്രമണം പുനരാരംഭിച്ചതിനു ശേഷം ഇതുവരെ 55 പേർ കൊല്ലപ്പെട്ടതായും 629 പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അമേരിക്കയുടെ നടപടികൾക്ക് കണ്ണിന് പകരം കണ്ണ് എന്ന നയത്തിലൂടെ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞപ്പോൾ കണ്ണിന് പകരം തല എന്നതാണ് ട്രംപിന്റെ നയമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തിരിച്ചടിച്ചു. പ്രതിസന്ധി ദിനം പ്രതി വഷളാകുന്നതിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ മാത്രമാണ് ഏക പരിഹാരമെന്ന് അദ്ദേഹം UN രക്ഷാസമിതിയിൽ പറഞ്ഞു. അമേരിക്കൻ ജനതയ്ക്കിടയിലും ഈ യുദ്ധത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം കഴിഞ്ഞ ദിവസം US ജനപ്രതിനിധി സഭ പാസാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.